തൃശൂർ ജില്ലയിലെ ചാലക്കുടി മണ്ഡലത്തിലെ കൊരട്ടി ബസാർ റോഡിലെ ലെവൽ ക്രോസ് നമ്പർ 56 ജനങ്ങളുടെ യാത്രാ ദുരിതത്തിന് ശാശ്വത പരിഹാരം കാണുക എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിലേക്കായി നിർമ്മിച്ച ചിറങ്ങര റെയിൽവേ മേൽപ്പാലം ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. കൊരട്ടി ബസാർ റോഡിലെ ലെവൽ ക്രോസ് നമ്പർ 56 പകരമായി ചിറങ്ങര റെയിൽവേ മേൽപ്പാലം 298 മീറ്റർ നീളത്തിലും 2 ലൈൻ റോഡും ഫുട്പാത്തും ഉൾപ്പെടെ 10.15 മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് സാങ്കേതികവിദ്യയിൽ കണ്ടിന്യൂസ് സ്പാൻ സ്ട്രക്ചർ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പാലത്തിന്റെ അപ്രോച്ച് ഭാഗത്ത് 25.5 മീറ്റർ നീളത്തിലുള്ള 3 സ്പാനുകളും 17.95 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും 17.2 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും 2 എംബാങ്ക്മെന്റുകളും RBDCKയാണ് നിർമ്മിച്ചത്. 33.4 മീറ്റർ നീളമുള്ള റെയിൽവേ സ്പാന്റെ ഫൌണ്ടേഷൻ, സബ്സ്ട്രക്ചർ എന്നിവ RBDCKയും ഗർഡർ, സ്ലാബ് എന്നിവ റെയിൽവേ നേരിട്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. മേൽപ്പാലത്തിന് പുറമെ റോഡിനിരുവശത്തും ഓട, ഫുട്പാത്തോടുകൂടിയ സർവീസ് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. സെൻട്രലൈസ്ഡ് സോളാർ പാനലുകളും ബാറ്ററികളും ഉപയോഗിച്ചുള്ള ലൈറ്റിംഗ് ആണ് പാലത്തിന് നൽകിയിട്ടുള്ളത്. കൂടാതെ പാലത്തിന്റെ അടിയിലുള്ള ഭാഗവും ഉപയോഗക്ഷമമാക്കിയിട്ടുണ്ട്. സനീഷ് കുമാർ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. ബെന്നി ബഹന്നാൻ MP, RBDCK മാനേജിംഗ് ഡയറക്ടർ S. സുഹാസ്, ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ഠരുമഠത്തിൽ, കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു, വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യം തുടങ്ങിയവർ സംബന്ധിച്ചു. കേരളത്തിലെ റെയിൽവേ മേൽപ്പാലങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ റെയിൽവേ ഓർബിറ്റ് പ്രവർത്തികൾ ഒരു ഗവൺമെന്റിന്റെ കാലത്ത് കൂടുതൽ എണ്ണം പൂർത്തീകരിക്കപ്പെടുന്നത് ഇപ്പോഴാണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും.